വെൽക്കം ബാക്ക് ടു ഫാമിലി എസ് ടി വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. വേറെ നല്ല ചെറുതായിട്ടൊരു ഇത് പറ്റി. ഒരു ദിവസം തന്നെ വീഡിയോ ഇടുന്നുണ്ട് ഇൻട്രോ എടുക്കാൻ വിട്ടില്ല അമ്മ. കാരണം ഗുരുവായൂർ പോണതും അന്ന് എടുക്കുന്ന ഇൻട്രോ ഒരു ദിവസം തന്നെ ആയിപ്പോയി. അപ്പം അതിൻ്റെ ഒരു കാര്യം വിട്ടുപോയി. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഒക്കെ പറയണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഇപ്പോഴാണ്. ഇന്നലെ തീരെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഫുള്ള് അലച്ചില്ലേനില്ല. അലച്ചിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിന്നപ്പം പറഞ്ഞ സേഫ്റ്റി അല്ലാന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ മാറി നമ്മൾ രാത്രി തന്നെ ഒന്ന് ഓടിക്കേണ്ടി വന്നു. ഇന്നലെ മാത്രം ഫസ്റ്റ് ടൈം ഇന്നലെ മാത്രം ഒന്ന് ഓടിക്കേണ്ടി വന്ന് ഞങ്ങളത് ഓടിച്ച് ഷെയർ ചെയ്യട്ടോ. ഓൾ കേരള റൈഡൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം നമ്മളെ അനുഭവങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അപ്പം പറയാം. അപ്പം ഇന്നലെ ഒന്ന് ഓടി 24 hours അവിടെ എത്തി. ഞങ്ങളവിടെ കയറി നല്ല ഫാമിലി ഇട്ട് നല്ല അടിപൊളി ഒട്ടനൊരാണല്ലേ. ഒറ്റ സെറ്റപ്പ് ചെയ്യുന്നത് അതുപോലെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കയറി കിടന്ന് പിന്നെ നമ്മൾ സ്ഥലം കാണിക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ നമ്മൾ ഈ കറക്റ്റ് നമ്മൾ ഇപ്പോൾ ഓൾ കേരള അല്ല പറയുന്നില്ലേ, ഞാൻ പറയട്ടെ. നമ്മൾ സ്ഥലമായിട്ട് കാണിക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഒന്നാമത് നമ്മളൊരു ഹൈവേ കൂടെയാണ് പോകുന്നത്. രണ്ടും പറ്റി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഹെവി സ്ഥലങ്ങളാണ്. ഒറ്റ ഒന്നിന് കുറേ മല കയറി പോകണം. അപ്പത്തിന് മുമ്പത്തെ ഒന്നും എത്തിയാൻ പേടാൻ പറ്റൂല. അല്ല ഇപ്പോൾ കുറച്ച് ചില സ്ഥലങ്ങളൊട്ടുണ്ടല്ലോ മുമ്പട്ട് പൊന്നാനി എന്തുകൊണ്ടെന്ന് പറഞ്ഞത് ആൾക്കാർ പൊന്നാനി ഓരെന്നെ പറഞ്ഞല്ലോ നിങ്ങള് വരുമ്പോ വന്നോളി. ഇപ്പൊ നിങ്ങള് നല്ല റോഡ് പണിയൊക്കെ നടക്കുന്നതിനെ കൊണ്ട് റോഡിന് പോകണ്ട. നിങ്ങൾ തിരിച്ചു വരുമ്പോ അത് ചെയ്യാൻ നിങ്ങൾ ഇതിലെ പിടിച്ചോളിയും തന്നിട്ട് സേഫായിട്ടുള്ള വഴികൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ വന്നതാണ്. അപ്പം അതുകൊണ്ടാണ് സ്ഥലങ്ങൾ എന്തായാലും ഇനി അങ്ങോട്ട് എന്തായാലും സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ സർപ്രൈസ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതല്ല ഇപ്പൊ തൃശ്ശൂർ തന്നെ ഇപ്പം ഇവിടെ ഉള്ള ഇതാണ് ഉള്ളത്. എൻ്റെ നമ്മളെ സ്ഥലമാണ് നമ്മളെ ഗ്രൗണ്ട്, തൃശ്ശൂർ ഗ്രൗണ്ടൊക്കെയാണ്. അപ്പോൾ അവിടെ കാണട്ടോ. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മളെ വീഡിയോസ് എന്തായാലും ഗുരുവായൂരുള്ള വീഡിയോസ് ആണെങ്കിൽ വരാനുള്ളത്. കഴിഞ്ഞിട്ടാണ് നമ്മളെ തൃശ്ശൂർ വീഡിയോ ഒക്കെ വരിക. അപ്പോൾ ഇന്നലെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ സസ്പെൻസാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കയറാണെങ്കിൽ അത്യാവശ്യം മനസ്സിലാവും. ഞാൻ എന്ന് ഒരു പോസ്റ്റർ ഇട്ടു അപ്പോഴൊരു മനസ്സിലാവും എന്താണ് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ. എന്നാലും ആ വീഡിയോസൊക്കെ വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നും തൊട്ട് ഗുരുവായൂരുള്ള വീഡിയോസൊക്കെയാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നമ്മളിവിടെ ഞാനൊരു ഫുഡൊക്കെ മേടിച്ച് തന്ന് ഞങ്ങൾ ആനത്തോട്ടയിലൊക്കെ കൊണ്ടുപോയ വീഡിയോസൊക്കെയാണ് ഇന്ന്. അപ്പം വന്നയാ ഇപ്പോൾ വീഡിയോട്ട് പോലെ ആനത്തോട്ടം നമ്മളെ തൊട്ടര. ഓക്കെ, എന്തായാലും 44 ആന അവിടെ ഉണ്ട്. ആകുമ്പോൾ ആ വീഡിയോസൊക്കെ കാണാം. ഓക്കെ, അതിൻ്റെ ചില വീഡിയോസിന് ക്ലാരിറ്റി കുറയിട്ടാണ്. ഐഫോൺ നമ്മളെ ഫോണിന് ചാർജ് പറ്റ കുറവാണ്. ഇനി ഒരു പവർ ബാങ്ക് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വൺ സീനാണ്. കാരണം ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ കാരവാൻ എടുത്തിട്ടുണ്ടാവണമെന്നില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. എപ്പോഴും പക്ഷേ കുത്തിയുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് ഒരു പവർ ബാങ്ക് അത്യാവശ്യമാണ്. പക്ഷേ ഒന്ന് സെറ്റാക്കണം. അല്ലാതെ ഇപ്പോൾ സെറ്റാക്കാം. ഇപ്പോൾ തന്നെ 50% ഇപ്പോൾ ചാർജിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അല്ലേ ഒന്ന് ചാർജ് ചെയ്താണ് 50%. ഒന്നും കഴിച്ചില്ല. ആടെ എന്തായാലും പറ്റും വീഡിയോയിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വീഡിയോ പോകാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ആയി. അപ്പോൾ വീഡിയോയിട്ട് പോകാം. ഓക്കെ, വീഡിയോ പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് അത്രയും ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞേ എടുക്കാൻ പറഞ്ഞാൽ ഓണാവണ്ടേ. ഐഫോണൊന്ന് യൂസ് ചെയ്ത് പഠിക്കിട്ടോ. അതല്ല, ലോക്ക് തുറന്ന് റെഡിയാവണ്ടേ. ഈ 102 കിലോമീറ്റർ കൊച്ചിക്ക് 12 കിലോമീറ്റർ. ചാലക്കുടി എവിടെയാ? ചാലക്കുടി കൊല്ലല്ലോ. അത് ആലപ്പുഴയല്ല. ആലപ്പുഴയല്ല, കൊച്ചി കഴിഞ്ഞിട്ട് ആലപ്പുഴ. എവിടെയും കരിമ്പൻ ജ്യൂസ് കാണുന്നില്ലല്ലോ.
ഇവിടെ ലൈം ഇട്ടാണെന്ന് കുടിക്കേനില്ലേ? അതൊരു വേറെ ശൈലി ഉണ്ടാവും. ആ പൂരത്തിന്റെ സ്ഥലത്ത് വീഡിയോ എടുത്തിട്ടുണ്ടോ? പഞ്ചവടി അല്ലേ? പഞ്ചവടി പൂരത്തിന്റെ വൈകുന്നേരം അങ്ങോട്ട് പോവല്ലേ മഹാനി ഇങ്ങനെ വരും. പൂരാൻ തോന്നുന്നു. എന്താ ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടോ? എന്റെ കുഞ്ഞുവാക്ക് പറ്റുന്നുണ്ടോ? പൂരം കഴിയൂലേ? ഓനിതൊന്നും അയക്കുകയല്ലോ. ഓൻ ഓർഡർ ചെയ്ത് മേടിച്ചെടുത്ത ആനുണ്ടല്ലോ. ആനച്ചേട്ടനതാ. ഞാൻ തൊട്ടടുത്ത് വിട്ടല്ലേ? അങ്ങനെ കൗതുകം തോന്നിയ ഞങ്ങളൊക്കെ ഗുരുവായൂർ എത്തിട്ടോ. ഗുരുവായൂരിൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ടത് ഗുരുവായൂർ നേരെ കാണുന്ന ഗുരുവായൂരാണ്. കാരവാനായിട്ട് എത്തി.
നമ്മൾ സൈക്കിൾ കാരവനായിട്ട് എത്തിട്ടോ. അമ്മ അവിടെ അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേതാണ് ഈ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ കാരവനായിട്ട് നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്നോട് പോകാൻ പറ്റൂല ചോദിച്ച്, അപ്പോൾ ഈ ഡേറ്റ് വരെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ നമ്മൾ നാരായണ നമ്മളിവിടെ എത്തിയിട്ടോ. നമ്മളിവിടെ വണ്ടിയും കയറ്റൂല. അല്ല അത് അറിയുന്നു. ഇവിടെ ഉള്ളതല്ലേ പെർമിഷനുള്ള വണ്ടിയല്ലേ ഉള്ളോട്ട് കയറ്റുള്ളൂ. പറഞ്ഞ് സമ്മതിച്ചിട്ടില്ല അല്ലേ? ഇല്ല. അല്ല അതെ. ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ട് വെച്ചാലോ, എന്നിട്ട് ഉള്ളോട്ട് പോവാം. ഇല്ല, നമ്മള് കേരളം തുടങ്ങിയിട്ട് കേരളം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു പ്ലാൻ. CP ബിൽഡിംഗ്. അജിത്ത്, പേര് അജിത്ത്. ഇവിടെ ഗുരുവായൂരിലാണ്. 3 വർഷം പൂപ്പിടിയായിട്ട്. ഞങ്ങളിപ്പോ നടയിൽ കൂടെ പോവാട്ടോ. നമ്മുടെ ഗുരുവായൂർ നട കേട്ടോ. കാണാൻ വേണ്ടിയില്ല 4 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരുന്ന. അതാ എന്നെ വേണ്ട. നമ്മൾ ലോഡ് ഒട്ടിച്ചിട്ടില്ല. ഹലോ, അയ്യോ ഞങ്ങളിവിടെ ഒന്ന് റെസ്റ്റ് എടുത്തേര്. അയ്യോ ഓ ഇല്ല, വെയിലൊന്നുമില്ല ഇവിടെ, തണലല്ലേ. ഏയ് ഒറ്റ ആ ഒരു ഇതിലുണ്ട്. ഇപ്പൊ വിളിച്ചാളാ. എന്നെ പോലല്ലേ ചാനൽ എന്നെ പോലുണ്ട്. ഞാൻ താഴത്തെ എന്തായാലും കൊടുക്കാം. ഇപ്പൊ തെറ്റാറ ഇപ്പൊ എല്ലാരും താഴെ കയറിയിട്ടാണ് കേട്ടോ. എന്നെ പോലെ താഴെ അല്ലേ. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 4 അവിടുന്ന് പോകുന്ന ഞങ്ങൾ കാണാൻ വേണ്ടിട്ട്. പിന്നെ 4 കിലോമീറ്റർ വണ്ടിന്റെ പെട്രോൾ എത്തിച്ച് വരണ്ടേ. നമ്മളെ കാണാൻ വന്നതല്ലേ. മൂന്നാർ പോയിനി. കടയ്ക്ക് പോയപ്പോ വീഡിയോ മറ്റേണ്ടായിരുന്നല്ലോ ഇന്നലെ ലൈറ്റ് അത് കണ്ടപ്പോ ഞാൻ പൊന്നാനി അങ്ങനെ വിളിച്ചതാ. അപ്പഴാ പറഞ്ഞ ഗുരുവായൂർ എത്തിക്കണെന്ന്. അവൻ പിന്നെ അതിനോട് ഒരു കണക്ക് പറഞ്ഞു. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് നമ്മള് ഏരിയ ഉണ്ടാവും. 2 കിലോമീറ്റർ അല്ലേ പോണുള്ളൂ. അപ്പൊ നമ്മളിപ്പോ നമ്മള് ആനത്തോട്ടയിലാണുള്ളത്. നല്ല അടിപൊളി ഫുള്ള് ആനകളാണ് കേട്ടോ. ഫുള്ള് ആനകളാണ്. തെറ്റാണ് കേട്ടോ. കുളിപ്പിക്കുന്നൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ? അടിപൊളിയല്ലേ? തെറ്റാണ്. ഫുള്ള് ആനകളാണ്. അടിപൊളിയാണ് കേട്ടോ. കൂടുതൽ അങ്ങോട്ട് പോകാൻ പേടിയാണ്. ചന്ദ്രൻ എവിടെയാണല്ലോ, മൂപ്പര എവിടെയാണല്ലോ. മുന്നോട്ട് വന്നാലും എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ മൂപ്പരെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വെറുപ്പിക്കാൻ പോണില്ല കേട്ടോ. അപ്പൊ ബാക്കി ആനകളെ കാഴ്ചകളാണ്. അപ്പൊ അങ്ങോട്ട് പോവാം. അത് കുഴപ്പമില്ല. അവിടെ നോട്ടെ. ഇവിടെ മെയിൻ വരുമ്പോ ഇപ്പുറത്തല്ലേ വരും. ഇങ്ങോട്ട് കയറിക്ക, ഇന്നോട്ട് കയറിക്ക, ഇന്നോട്ട്. ആ മുട്ടേലും എടുത്തിടണത്. ഇവിടെ ഫുള്ള് ആനകളാണ്. 30 രൂപ മുമ്പേ ഉള്ളൂ. ഇവിടെ ഒക്കെ ആനകളാട്ടോ ഫുള്ള്.
ആനത്തോട്ടം എന്ന് പറഞ്ഞാൽ ആനല്ലേ പിന്നെ വേറെ ഒന്നെല്ലാം ഉണ്ടാവുക. നമ്മളെ ടീംസ് അത് അവിടെ ഉണ്ട്. അടിപൊളി. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം എന്നോട് വരുന്നത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അടിപൊളി. ഒരിട്ട അല്ലേ? ആ ഒറ്റെടുത്താണ്. ഒരുന്നുണ്ടോ കഴിച്ചു ഒറ്റുന്നുണ്ട്. ഗുരുവായൂർ സ്റ്റേഷൻ കേട്ടോ, ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളൂ. 38 ലക്ഷം മതപ്പാടുണ്ട്, അതുകൊണ്ട് അതിനോട് പോകാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു ഭാഗത്തിൽ മൊത്തമുള്ളത് 44 ഉണ്ട് അല്ലേ? 44 എണ്ണം ഉണ്ട് കേട്ടോ അവിടെ. ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ആനത്തോട്ടയിൽ നിന്ന് പോവാണ്. ഇനി നേരെ കാരവാനോട്ട് കാരവാനിലേക്ക് കയറുക. വഴി ഇതിന് ഇവിടെ തൃശ്ശൂർ വരുമ്പോൾ ഞാൻ പോയിട്ടുണ്ടേ നിട്ടു കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പം ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ. നല്ലോണം നേരം വൈകിട്ടോ. 12:39 അല്ല 39 ആയി. അതെന്നുവെച്ചാ നമ്മളെ പെട്രോൾ പമ്പിലെ മാനേജറും ഭാര്യയും കുട്ടിയൊക്കെ ഒന്ന് പറയും വിവാഹ വാർഷിക. ചെറിയ കുഞ്ഞാവിയ 2 വയസ്സായിട്ടേ ഉള്ളൂ. ഇത്ര നേരം ഞങ്ങളടുത്തുണ്ട്. അച്ഛമ്മേ, ചേച്ചമ്മേ, അമ്മമ്മേന്നൊക്കെ വിളിച്ചുകൂടല്ലേന്. പിന്നെ പെണ്ണിന്റെ അച്ഛമ്മക്ക് ഉമ്മ എടുക്കണം എന്നാണ്. ഇപ്പൊ പോയോടന്ന് എത്ര വിളിച്ചിട്ടും പോയില്ല. ഇതിപ്പോ കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുപോയതാ. ചാടിച്ച് കൊണ്ടുപോയതാ. നല്ല സ്നേഹവാവക്ക്. പിന്നെ തൃശ്ശൂരിലേക്ക് 18 കിലോമീറ്റർ 19 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് 19 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ എന്തായാലും അടിച്ചു തൃശ്ശൂരുകാരെ അവിടെ അടിച്ചു പൊളിച്ചാണ് വീഡിയോ അടിച്ചു പൊളിക്കുക. ഇപ്പൊ സെറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ പൊളിക്ക പെർഫെക്റ്റ് ആയിട്ടാം. അപ്പൊ എന്ത് ചെയ്യാം, ഉറങ്ങിട്ടാണ്. നല്ല ക്ഷീണമാണ്. നാളെ രാവിലെ കാണാം.